ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മുടി കൊഴിച്ചിലിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല വീഡിയോസിലും റീൽസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുടി കൊഴിച്ചിലിന് പല പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ന്യൂട്രിയൻ്റായ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിരിക്കാം, കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കാം, അല്ലെങ്കിൽ B12 ഡെഫിഷ്യൻസി ആയിരിക്കാം, ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം, അതുപോലെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ രക്തക്കുറവുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് തൈറോയിഡ് ഇഷ്യൂ കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. പ്രധാനമായിട്ട് തൈറോയിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോ മിനറൽസായ സിങ്ക്, സെലീനിയം, ബയോട്ടിൻ ഇങ്ങനെയുള്ള മൈക്രോ മിനറൽസ് കുറയുമ്പോഴും മുടി കൊഴിച്ചിലുണ്ടാവാം. പിന്നെ വേറൊരു ഹോർമോണൽ ഇഷ്യൂസ് വന്നാൽ നമ്മൾ PCOD ആയിക്കോട്ടെ, മറ്റുള്ള ഗർഭപാത്ര രോഗങ്ങളായിക്കോട്ടെ, മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. വേറൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലാതെ ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ എത്രത്തോളം ആ സ്ട്രെസ്സിൻ്റെ സിവിയോറിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ട് എക്സ്ട്രീമായുള്ള ഒരു കേസിലൊക്കെ അത് മുടിനെയും ബാധിക്കാറുണ്ട്. പിന്നീടുള്ളത് ഉറക്കക്കുറവ്. ഒരു ആരോഗ്യകരമായ ഉറക്കം കിട്ടാതിരിക്കുമ്പോഴും അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ വെള്ളം കുടിക്കുന്നതും. നമ്മൾ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ വെള്ളത്തിൻ്റെ അപര്യാപ്തത വരുന്നത് നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിക്ക് ഒരു കാരണമാവുകയും അത് ഇൻഡയറക്റ്റ് ആയിട്ട് മുടി കൊഴിച്ചിലിനും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക, വൈറ്റമിൻ D3 ചെക്ക് ചെയ്യുക, ഫെറിറ്റിൻ ചെക്ക് ചെയ്യുക, B12 ചെക്ക് ചെയ്യാം, അതുപോലെ നമ്മുടെ ഫുൾ തൈറോയിഡ് പ്ലാനൽസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് നാച്ചുറലായിട്ട് പരിഹരിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡീവേമിങ് ചെയ്യാണ് ആദ്യം വേണ്ടത്. കാരണം മൈക്രോ മിനറൽസ് ശരിയായ രീതിയിൽ ശരീരം വലിച്ചെടുക്കണം എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡീവേമിങ് എന്നുള്ള പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടി നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ തേങ്ങാപ്പാല്, തേങ്ങയുടെ വെള്ള പാർട്ട്, ഇതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ഒഴിഞ്ഞ വയറ്റിൽ 1 തൊട്ട് 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ കുടിക്കുന്നത് ഡീവേമിങ്ങിന് സഹായിക്കും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റോ പപ്പായ, പച്ച പപ്പായ കഴിക്കുക എന്നുള്ളതാണ്. പപ്പായയുടെ കുരുക്കൾ ഒരു ടീസ്പൂൺ എടുത്ത് അത് നന്നായി ചതച്ച് തേനും ചേർത്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 5 ദിവസം കഴിക്കുകയാണെങ്കിലും അത് നമുക്ക് ഡീവേമിങ്ങിന് സഹായിക്കും. വേറെ ഒന്ന് നാച്ചുറലായി ചെയ്യാൻ പറ്റുന്നതാണ് ഗാർലിക്, അല്ലെങ്കിൽ വെളുത്തുള്ളി പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളി തേങ്ങയും ചേർത്ത് ചമ്മന്തിയാക്കി കഴിക്കുക. അതുപോലെ രാവിലെ തന്നെ ഓരോരോ വെളുത്തുള്ളി അള്ളിയെടുത്ത് ചവച്ച് ശേഷം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നീട് ചെയ്യാൻ പറ്റുന്നത് മത്തൻ്റെ കുരു, നമ്മുടെ പംകിൻ സീഡ്സും ഈ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ചട്നി പോലെ ആക്കിയിട്ട് കഴിക്കുന്നതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഡീവേമിങ്ങിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡീവേമിങ് പ്രൊസീജിയറിലൂടെ ഗട്ട് ഹെൽത്തിനെ നിലനിർത്താനും അതേപോലെ അയേണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുവാനും സഹായിക്കുന്നതാണ്. ഇതിനോട് കൂടി തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക. പ്രധാനമായിട്ട് ഇലക്കറികൾ, മുരിങ്ങ ഉള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് റോ ഫോമിൽ ഉപയോഗിക്കുക, അതായത് പച്ച സലാഡ്സ് ഫോമിൽ ഉപയോഗിക്കുക, അതുപോലെ കറികളായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ധാരാളമായിട്ട് ഫൈബേഴ്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ മുടിയുടെ ഹെൽത്തിന് സഹായിക്കും. അതോടുകൂടി തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് പ്രോട്ടീൻ ഇൻടേക്ക്. നമുക്ക് പലതരത്തിലുള്ള നട്ട്സുകൾ, സീഡ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇവിടെ മത്തൻ്റെ കുരുവായിരിക്കാം, സൺഫ്ലവർ ആയിരിക്കാം, കറുത്ത എള്ളായിരിക്കാം, അങ്ങനെയുള്ള എല്ലാ സീഡ്സുകളും, അതുപോലെ നട്ട്സുകൾ, ആൽമണ്ട്, വാൾനട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു മേജർ പാർട്ടായിട്ട് ഉപയോഗിക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഹെൽത്തിയർ മുടി വളരുവാനും ഹെയർ ഫാൾ കുറയുവാനും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും പറ്റുന്നതായിരിക്കും. താങ്ക് യു.